Hi all, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിലെ ലാസ്റ്റ് മെനു ആയിട്ട് വരുന്ന വിൻഡോ മെനു ആണ്. സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. കാരണം നമ്മൾ അഡ്വാൻസ്ഡ് സിലബസിനകത്താണ് കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വിൻഡോസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. സോ നമ്മളിപ്പോൾ ജസ്റ്റ് ഞാൻ ആ വിൻഡോ മെനുവിലുള്ള കണ്ടന്റുകൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെ വിൻഡോസ് ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതെന്നും അതൊക്കെ എങ്ങനെയാണ് ഡിസേബിൾ ചെയ്യുന്നത് എനേബിൾ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഈ ഒരു വിൻഡോ മെനുവിൽ കാണിച്ചു തരാം. സോ വിൻഡോ മെനു നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ യൂസർ ഇന്റർഫേസ് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിൻഡോ മെനു യൂസ് ചെയ്യുന്നത്. സോ അതുപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ലാസ്റ്റ് കാണുന്നതാണ് നമ്മുടെ വിൻഡോ മെനു എന്ന് പറയുന്നത്. വിൻഡോ മെനുവിൽ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ അറേഞ്ച്മെന്റ് വരുന്നുണ്ട്. മീൻസ് നമുക്ക് ആർട്ട് ബോർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് ഈ കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് സ്പേസുകൾ നമുക്ക് ഏത് വർക്കിന് വേണ്ടിയിട്ടുള്ള വർക്ക് സ്പേസ് ആണോ എന്നുള്ളതല്ല ഇവിടെ കാണിച്ചിട്ടുണ്ട്. 3D ഉണ്ട്, ഗ്രാഫിക്സ് ആൻഡ് വെബ് ഉണ്ട്, മോഷൻ ഉണ്ട്, പെയിന്റിംഗ് ഉണ്ട്. അങ്ങനെ ഓരോ വർക്ക് റിലേറ്റ് ചെയ്ത് വരുന്ന വർക്ക് സ്പേസ് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് അഡ്വാൻസ് സെക്ഷനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ വരുന്ന നമുക്ക് 3D വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ 3D വർക്ക് സ്പേസ് നമുക്ക് ഇവിടെ എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമ്മൾ ആക്ഷൻസ് സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ഷൻ വിൻഡോ ഇവിടെ ടിക്ക് ഓൺ ചെയ്യാം. ആക്ഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, അത് നമ്മുടെ അഡ്വാൻസ് സിലബസിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആക്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ കണ്ടോ, ഞാനിപ്പോൾ ആക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ആക്ഷൻ വിൻഡോ ഇവിടെ ഓപ്പൺ ചെയ്ത് വരും. സോ ഇതുപോലെ നമുക്ക് ഇഷ്ടം പോലെ വിൻഡോസ്, നമുക്ക് വർക്ക് ആവശ്യമായിട്ടുള്ള കുറെ വിൻഡോസ് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ വിൻഡോ മെനുവിൽ നിന്നും ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ നമ്മൾ പഠിച്ച കുറച്ച് വിൻഡോസ് ഉണ്ട് അല്ലേ, അതിനകത്ത് ഒന്നെന്താണോ ക്യാരക്ടർ വിൻഡോ. ക്യാരക്ടർ വിൻഡോ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റിനെ മോഡിഫൈ ചെയ്യാൻ, എന്നൊക്കെ ഞാൻ ആ ടെക്സ്റ്റ് ടൂൾ എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു. സോ നമുക്കിവിടെ ക്യാരക്ടർ വിൻഡോസ് ഉണ്ട്. ആ ക്യാരക്ടർ വിൻഡോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, എനേബിൾ ചെയ്യാം. അത് ഞാൻ എനേബിൾ ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? വിൻഡോ മെനു ചെന്നിട്ട് ക്യാരക്ടറിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആ ക്യാരക്ടർ വിൻഡോ അവിടെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ ജസ്റ്റ് ആ ക്യാരക്ടർ വിൻഡോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ക്യാരക്ടർ സ്റ്റൈൽ ഉണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, നമ്മുടെ ലെയർ വിൻഡോ ആയിരുന്നു പഠിച്ചത് അല്ലേ. ഇതുണ്ട്, തൊട്ട് താഴെ എന്തുണ്ട്, ലെയർ വിൻഡോ കിടപ്പുണ്ട്. അതിന്റെ ഷോർട്ട് കട്ടും ഉണ്ട്. സോ നിങ്ങൾക്ക് ആ ഷോർട്ട് കട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വിൻഡോയാണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യേണ്ട ആ വിൻഡോ മൊത്തം വിൻഡോ മെനുവിൽ നിന്ന് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ ലെയേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ലെയറിനകത്ത് ലെയർ വിൻഡോ നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് കിട്ടി. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻ കേസ് ഇനി നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ടൂൾസ് ഒക്കെ ക്ലോസ് ആയി പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ വിൻഡോ മെനു ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും താഴ്ന്നുണ്ടോ ഇവിടെ കണ്ടോ ടൂൾസ് കിടപ്പുണ്ട്. ഈ ടൂൾസ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ടൂൾ വിൻഡോ തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ ഈ ഓപ്ഷൻ ബാർ ഇതൊക്കെ ചിലപ്പോൾ ക്ലോസ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ക്ലോസ് ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ വിൻഡോ മെനുവിൽ വന്നിട്ട് ഈ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്താൽ മതി. സോ ഇതുണ്ട്, ഇതിപ്പോൾ നോക്കി ഞാൻ ഓപ്ഷൻസ് ഓൺ ആയിരുന്നു. സോ ആ ടിക്ക് ഓഫ് ചെയ്തപ്പോൾ ഓപ്ഷൻ ബാർ അവിടെ നിന്ന് പോയി. ഇപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ ബാർ വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ വിൻഡോ മെനുവിൽ വന്നിട്ട് ജസ്റ്റ് ഈ ഓപ്ഷൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഓപ്ഷൻ ബാർ നമുക്കവിടെ കിട്ടും. സോ അതിനെ നമുക്ക് ഈസി ആയിട്ട് ഡ്രാഗ് ചെയ്ത് മുകളിൽ കൊണ്ട് നമുക്ക് പിൻ ചെയ്യാം. ഓക്കെ, അപ്പം ഈ വിൻഡോ മെനുയുടെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോഷോപ്പിൽ നമ്മുടെ വർക്കിന് ആവശ്യമായിട്ടുള്ള പല കമാൻഡുകളും റിലേറ്റ് ചെയ്ത് വരുന്ന സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെയാണ് ഈ വിൻഡോ മെനുവിനകത്ത് കിടക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ ക്യാരക്ടർ വിൻഡോ അല്ലെ. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് സെറ്റിംഗ്സ് ആണ് ക്യാരക്ടർ വിൻഡോയിൽ കിടക്കുന്നത്. ഈ ക്യാരക്ടർ വിൻഡോ ആണ് നമ്മൾ വിൻഡോയിൽ നിന്ന് ഓപ്പൺ ചെയ്തത്. അതുപോലെ തന്നെ ലെയർ വിൻഡോ, ലെയർ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ലെയർ വിൻഡോ വേണം. സോ ആ ലെയർ വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ എവിടെ ചെല്ലാം, വിൻഡോയിൽ ചെല്ലാം. സോ അതുപോലെ കുറെ കസ്റ്റമൈസ്ഡ് വിൻഡോസ് ഒക്കെ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഈ വിൻഡോ മെനു യൂസ് ചെയ്യാം. കൂടുതലായിട്ട് നമുക്ക് പറയുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു വർക്ക് സ്പേസ് കസ്റ്റമൈസ് ചെയ്യാനാണ് നമ്മൾ വിൻഡോ മെനു യൂസ് ചെയ്യുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് വിൻഡോ മെനുവിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഈ വിൻഡോ മെനുവിനകത്ത് വരുന്ന വിൻഡോസ് മൊത്തം നമ്മൾ ഇനി അഡ്വാൻസ് സിലബസിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോ ആയിരുന്നു. ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.